ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിയാലിറ്റി മീഡിയ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ ബസൂക്ക മലയാളം ബോക്സ് ഓഫീസിൽ എന്താണ് കാണിച്ചത് എന്നാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം തന്നെ ബസൂക്കയുടെ വളരെ മോശമായ റിവ്യൂസിനെ പറ്റി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ബസൂക്ക വളരെയധികം പിന്നോട്ടാണ് പോയത്. കാരണം പ്രേക്ഷകർ ബസൂക്കയെ ചിന്തിച്ചത് എമ്പുരാനൊപ്പം വരുന്നൊരു മൂവിയാണ്. അത് തന്നെയാണ് മമ്മൂക്ക ഫാൻസിന് ഇത്രയധികം വിഷമം ഉണ്ടാകാനുള്ള കാര്യവും. അവർ തന്നെ പടം വളരെയധികം രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. മൂവി ക്രൂയുടെ ടീമിൽ നിന്നും ഒരു തരത്തിലുള്ള പ്രൊമോഷൻസോ കാര്യങ്ങളോ ഹൈപ്പുകളോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ സത്യമായ കാര്യം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്രൂവിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു മമ്മൂക്ക പടം ഇറങ്ങുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അതിന് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഹൈപ്പ് കൊടുത്തില്ലെങ്കിൽ തന്നെ ആ മൂവിക്ക് ഒരു ബേസിക് ഹൈപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ലാലേട്ടൻ്റെ എമ്പുരാൻ വളരെയധികം കത്തിക്കേറി 250 കോടി അടിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ മമ്മൂക്ക ഫാൻസിന് വളരെയധികം വിഷമം കാണും. കാരണം മമ്മൂക്കയുടെ പടം അതിനോടൊന്ന് കിടപിടിക്കാനുള്ള പടം പോലും ഇല്ലെന്നറിയുമ്പോൾ അവർക്ക് ഓൾറെഡി വിഷമം ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ആറാട്ടാണ് എന്നൊരു സോഷ്യൽ മീഡിയയിൽ കോമാളിയുടെ വേഷം കിട്ടി നടക്കുന്ന ഒരാളെ പിടിച്ച് മമ്മൂട്ടിയുടെ മൂവിയിൽ അഭിനയിപ്പിക്കുമ്പോൾ തന്നെ ഫാൻസിനും പ്രേക്ഷകർക്കും വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡ് ആയിരിക്കുകയാണ്. കാരണം വളരെയധികം പേർക്ക് അത് ഒട്ടും അടുത്ത ഹീറ്റായി വരുന്നത് മമ്മൂക്ക എപ്പോഴും പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു എന്നതിലാണ്. ഈ ഡിനു ഡേവിസ് എന്ന് പറയുന്ന സംവിധായകൻ വളരെ നല്ലൊരു കഥയുമായാണ് വന്നിരിക്കുന്നത്. അതിലൊന്നും നമുക്ക് യാതൊന്നും പറയാനില്ല. മലയാള സിനിമ കാണാത്ത ഗെയിം ത്രില്ലർ എന്ന മേഖലയിലെ കഥയാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ പുള്ളിയുടെ മേക്കിംഗ് വളരെ ബോറാണെന്നാണ് പടം കണ്ടവരുടെ അഭിപ്രായം. ഫ്രണ്ട്സ്, അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, പടത്തിൻ്റെ സെക്കൻഡ് ഡേ കളക്ഷൻ 5 കോടിയാണ് ഇന്ത്യയിൽ നിന്നും മുഴുവനായി കിട്ടിയിരിക്കുന്നത്. വളരെ മോശമായ കളക്ഷൻ എന്ന് തന്നെ പറയാം. തേർഡ് ഡേ വരുമ്പോൾ അതൊരു 50 ലക്ഷത്തിൽ നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം ഉറപ്പായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സിനിമാ ലവേഴ്സ് ആയ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലേറ്റസ്റ്റ് മൂവി അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു കിടിലം മൂവി ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം റിയാലിറ്റി മീഡിയ.